നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യം എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ടൈമിൽ അത് നിങ്ങൾക്ക് വാല്യുബിൾ ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ ജനറൽ റീഡിങ്സുകളൊക്കെ എല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങളെ വളരെയധികം വിശ്വാസത്തോടു കൂടിയും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഇതിനെ ശ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയി വരുന്നതായിരിക്കും. അതുപോലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഹീലാക്കി കളയാനും, നിങ്ങളുടെ ലൈഫിൽ നിന്നും പല നെഗറ്റീവായ സിറ്റുവേഷൻസിനെയും നെഗറ്റീവായ തോട്ട്സുകളെയും ഹീലാക്കി കളയാനും ജനറൽ റീഡിങ്സുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വിശ്വാസത്തോടു കൂടി പൂർണ്ണതയോടു കൂടിയും അത് പൂർണ്ണമായും കേൾക്കുക. അത് സമർപ്പണത്തോടു കൂടി തന്നെ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ് ആണ്. അതായത് അവർക്ക് എവിടെയോ നിന്നും അവർ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്ത് നിന്നും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻസിനെ ചൊല്ലി അവരൊരുപാട് മറ്റുള്ളവരിൽ നിന്നും നെഗറ്റീവായ ചില കാര്യങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം അനുഭവിക്കുന്നു എന്നതാണ് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നഷ്ടത്തെ കാണുന്നു അവരുടെ ലൈഫിൽ നിന്ന്. ഒന്നെങ്കിൽ ഏതോ ഒരു വ്യക്തിയുടെ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും സപ്പോർട്ടിംഗ് ആയിരുന്ന ഒരു വ്യക്തിയുടെ വേർപാട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ്. അത് നിങ്ങൾ അറിഞ്ഞോ അറിഞ്ഞില്ലയോ അവരത് വളരെയധികം നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ്. കാരണം അവരുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ആരെയാണ് മനസ്സിൽ ചിന്തിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അവരതിനകത്ത് വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻസിലേക്ക് പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ അവർ പ്രതീക്ഷിക്കാത്ത എവിടെ നിന്നും ഒരു വഞ്ചന അവർക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതും അവർ പ്രതീക്ഷിക്കാതെ ഓർക്കാപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായും ഒരു വെല്ലുവിളി നേരിടുകയാണ്. അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം വെല്ലുവിളി നേരിടുന്നതായിട്ട് കാണുകയാണ്. സപ്പോർട്ടായിട്ട് അവർക്ക് ആരുമില്ല. കാരണം കുറ്റപ്പെടുത്തലുകൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർക്കുള്ളൊരു സപ്പോർട്ട് വേണം. അവർക്ക് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്ന ഒരു സപ്പോർട്ടിനെ. കാരണം അവരുടെ ചുറ്റുപാടും അവർക്കെതിരെ ഫൈറ്റിംഗ് ചെയ്യുന്ന നെഗറ്റീവായ എനർജികൾക്ക് നടുവിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അവരൊരു മത്സരത്തിൽ, ഒന്നെങ്കിൽ അവരോട് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിലായിരിക്കും മത്സരിക്കുന്നതായിട്ട് കാണുന്നു. അതല്ലെങ്കിൽ അവർക്ക് നേരെ ഫൈറ്റിംഗ് എനർജിയോട് കൂടി, കുറ്റപ്പെടുത്തലുകളോട് കൂടി അവരെ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന രീതിയിൽ മാനസികമായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയെ തകർക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങളാണ് അവർ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്കത് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുകയാണ്. അവർക്ക് അവർ നിൽക്കുന്ന സാഹചര്യം ഉപേക്ഷിക്കാനും പറ്റുന്നില്ല, മറ്റൊരിടത്തേക്ക് വന്ന് ചേരാനും പറ്റാത്ത വിധം അവർ കുടുങ്ങിപ്പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്ക് ഇതിനകത്ത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മൈൻഡിനെയും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ സിറ്റുവേഷൻസിനെയും അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് അവരുടെ ആ ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് തീരുമാനമെടുക്കണം ജീവിതത്തിലേക്കെന്നൊന്നും അവർക്ക് പറയാൻ പറ്റാത്ത വിധം അവർ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. വളരെയധികം വിശ്വാസത്തോടും വളരെയധികം ആകാംക്ഷയോടും കൂടിയിട്ട് ചെന്നു പെട്ടതാണ്. കാരണം അവർക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, മറ്റുള്ളവരിൽ അട്രാക്റ്റഡ് ആകുന്ന, മറ്റുള്ളവരെ വശീകരിക്കുക, അല്ലെങ്കിൽ ആര് കണ്ടാലും പെട്ടെന്ന് തന്നെ ഇവരെ ആകർഷിക്കുന്ന ഒരു അത്രത്തോളം എനർജി ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ
കുറിച്ച് നിങ്ങളിപ്പോൾ ആ ചിന്തിച്ച വ്യക്തി എന്നുള്ളത് ആർക്കും ഇഷ്ടപ്പെടുന്ന അവരുടെ സംസാര ശൈലിയാവാം, അവരുടെ ഫിസിക്കലി ഉള്ള ആ ഒരു ലുക്കാവാം, എല്ലാം മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന ഒരു പേഴ്സണാണ്. ചിലപ്പോൾ ആ വ്യക്തി നല്ലൊരു നിഷ്കളങ്കമായി മൈൻഡിൽ, അതായത് യെസ് നോ പറയാൻ മനസ്സ് കഴിയാതെ ഏത് സിറ്റുവേഷൻസിലും അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് കൊണ്ടാവാം അവർക്ക് മറ്റുള്ള ഇങ്ങനെയുള്ള ഒരു തിക്ത അനുഭവങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം കേട്ടോ. എന്താണെങ്കിലും അവർ നിങ്ങളെ വളരെയധികം കോൺസെൻട്രേഷൻ ചെയ്യുന്നു. അവർക്ക് മുമ്പിൽ പല സാഹചര്യങ്ങളുണ്ടെങ്കിലും അവരതിനകത്തേക്ക് ഏറ്റവും ബെറ്ററായി കാണുന്ന നിങ്ങളെയാണ്. അവരുടെ ആ ഒരു ചുറ്റുപാട്, അവരൊന്നെങ്കിൽ പേരൻസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും സൗഹൃദങ്ങളാവാം, അവിടെ നിന്നുമാണ് അവർക്ക് നെഗറ്റീവായ ഒരു എനർജി കടന്നു വരുന്നത്. നിങ്ങളിലേക്ക് വരാൻ തടസ്സപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കാൻ, നിങ്ങളിലേക്ക് വരാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിപ്പിക്കുന്നത് ആ ഒരു എനർജിയാണ്, അവരോട് ചേർന്ന് നിൽക്കുന്നത്. അതായത് നെഗറ്റീവായ ചില ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്കെതിരെ ഈ പേഴ്സണ് ലഭിക്കുന്നു എന്നതാണ് അവർ പറയുന്നത്. എത്ര ശ്രമിച്ച് നിങ്ങളിലേക്ക് പോരാനും നിങ്ങളിൽ പൂർണ്ണമായും അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ മറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ ആ വഴി തെറ്റിച്ച് വിടുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ വിട്ടുകളയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ അത് വേറെ വേറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി മാറ്റം വരുത്താം, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻസിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മറ്റ് സാഹചര്യങ്ങളാണ്, അത് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും, മാറ്റങ്ങൾ വരുത്തുമെന്ന് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നെഗറ്റീവായ ചില ഇൻഫർമേഷൻസുകൾ നൽകുന്നതായിട്ടാണ് നമുക്കിവിടെ എനർജി കിട്ടുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒറ്റപ്പെട്ട് അവരിലേക്ക് തന്നെ ഒതുങ്ങി കൂടി നിൽക്കുന്നു. മറ്റൊരു സാഹചര്യങ്ങളിലേക്കോ മറ്റുള്ളവരിലേക്കോ ഒന്നും മുൻപോട്ട് പോകാതെ നിങ്ങളുടെ വ്യക്തി അവരിലേക്ക് തന്നെ ഒതുങ്ങി അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അതായത് ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കണമെന്നുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയും അതുപോലെ തന്നെ കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സാഹചര്യങ്ങളിലും പൊതുവായി ഒരു കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കാതെ അവരിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ക്യൂൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു ഫീമെയിലിൻ്റെ ഒരു എനർജി അവരെ കൺട്രോളിങ് ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് അല്ലാത്ത രീതിയിൽ. അവർ വളരെയധികം നെഗറ്റീവായ ചില സാഹചര്യങ്ങളിലൂടെ കൺട്രോളിങ് ചെയ്യുന്നു. മറ്റെന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫീമെയിൽ എനർജി നിങ്ങളുടെ ആ വിചാരിക്കുന്ന വ്യക്തിയെ കൺട്രോളിങ് ചെയ്യുന്നു. അതായത് ഇമോഷണലി അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജിക്ക് ആ വ്യക്തിക്ക്, ആ ഫീമെയിലാവുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷൻസോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഒരു കരുണയില്ല. പക്ഷേ അവർ ഈ വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും ഇമോഷണലി കൺട്രോളിങ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്ക് എന്തോ ലക്ഷ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്കേജ് തന്നെ വരുത്തി വെച്ചിരിക്കുന്നു എന്ന് പറയാം. അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെടുത്തി നിർത്തിയേക്കുന്നതായിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ പൂർണ്ണമായും ഒരു പരാജയത്തിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. എല്ലാ സിറ്റുവേഷൻസും തകർന്ന് നിരാശയോടുകൂടിയും പശ്ചാത്താപത്തോടു കൂടിയും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കിനി മുന്നോട്ടേക്ക് ഒന്നുമില്ല എന്ന ആ ഒരു വ്യക്തത നിങ്ങളോട് പറയണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലാണ് ഞാൻ എന്നത് നിങ്ങളോട് അവർക്ക് പറയണമെന്നുണ്ട്. പക്ഷേ അവർക്കതിന് സാധിക്കാത്ത വിധം ശരിക്കും പൂർണ്ണമായും അവരുടെ എല്ലാ എനർജികളും ലോസായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 2 ഓഫ് കപ്സ് ആണ്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊത്തൊന്ന് ചേരണം, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് മനസ്സ് തുറന്ന് പറയണം എന്നെല്ലാം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തു എന്ന ആ ഒരു കുറ്റബോധം അവരെ ഇപ്പം വളരെയധികം വേട്ടയാടുന്നതായിട്ടാണ് കാണുന്നത്. അവർ ശരിക്കും നിങ്ങൾ അവരുടെ മുന്നിൽ ചെന്നിരുന്നു. പല സാഹചര്യങ്ങളിലും നിങ്ങൾ അവരുടെ അരികിൽ നിങ്ങൾ ചെന്നപ്പോഴൊക്കെ അവർ മറ്റൊരു ദിശയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് മുഖം തിരിച്ച് അവരുടെ പൂർണ്ണമാകുന്ന എല്ലാ സപ്പോർട്ടും നൽകിയത് തെറ്റായി എന്നുള്ള ആ ഒരു ധാരണ അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു വാതിൽ തുറന്ന് കിട്ടണം, നിങ്ങളിലേക്ക് ഒന്ന് വന്നു ചേരാൻ എന്തെങ്കിലും ഒരു സാഹചര്യം, ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എങ്കിലെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു സോൾ
സോൾ കണക്ഷൻസ് ഉള്ള ഒരു ബന്ധത്തെയാണ് കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ഇനി എത്രത്തോളം പിരിഞ്ഞ് നിന്നാലും, എത്രത്തോളം ശത്രുതയോടുകൂടി നിങ്ങളും ആ പേഴ്സണുമായിട്ട് നിന്നാലും ഒരു കാരണവശാലും നിങ്ങൾ ഒരേ ഡെസ്റ്റിനിയിൽ പെട്ടതാണ്. അതായത് നിങ്ങൾ ജന്മാന്തരങ്ങളായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കിട്ടുന്നത്. എത്ര പിരിഞ്ഞ് നിന്നാലും നിങ്ങൾ പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് മുമ്പിൽ യൂണിവേഴ്സ് തന്നെ ഈ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്ത് തരും. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്യാം. കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരു മാറ്റം വരുമെന്നാണ് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും. മനസ്സ് തുറന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചൈൽഡ്ഹുഡ് കാലം മുതൽക്കേ ഉള്ള ഒരു ബന്ധമാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു മുജ്ജന്മ ബന്ധങ്ങൾ കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ബന്ധമാവാം. അതുകൊണ്ടാണ് ഇത്രത്തോളം വെല്ലുവിളികളും പല പ്രശ്നങ്ങളും അതുപോലെ നെഗറ്റീവായ പല സാഹചര്യങ്ങളും നിങ്ങൾക്കിടയിലേക്ക് വന്നു ചേരുന്നതെന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചീറ്റിംഗ് എനർജിയാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിൽ നിന്ന് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു ചീറ്റിംഗ് എനർജി കിട്ടും, അല്ലെങ്കിൽ ഈ വ്യക്തി എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് ഫോക്കസിങ് ആയി പോയതാണ്. അത്രത്തോളം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ആത്മവിശ്വാസം, ഒരുപാട് വിശ്വാസത്തോടു കൂടി നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് തുറന്നു പറയുകയും നിങ്ങൾ എന്താണെന്നുള്ളത് പൂർണ്ണമായും ഒരു രൂപം ഈ പേഴ്സണിന് മാത്രമേ അറിയാവുള്ളൂ എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. നിങ്ങളെ മനസ്സിലാക്കേണ്ട വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയി എന്നതാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരിപ്പം സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് മുൻപോട്ടേക്ക് ഒരു കാര്യങ്ങളും നേടാനും പറ്റുന്നില്ല. പാസ്റ്റിനെ വിട്ട് കളയാനും പറ്റാതെ അവർ വളരെയധികം അനുഭവം പല രീതിയിലെ സിറ്റുവേഷൻസിനെയും നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് ടൈം ആയിരിക്കും കേട്ടോ. ഒന്നെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളോട് ഒരുമിച്ചൊരു ട്രാവലിങ്ങും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ ജീവിത സിറ്റുവേഷൻസിനെ ഒന്ന് മാറ്റി നോക്കാം, എനിക്കൊരു വിജയം വരുമോ എന്ന് ശ്രമിക്കാം എന്ന് ചിന്തിച്ച് ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ വ്യക്തി ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ച് ഇപ്പോൾ ഒരു ഹീലിംഗ് ഫീൽഡിലെ ഒരു സിറ്റുവേഷൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അവരിലുള്ള ആ നെഗറ്റീവ് എനർജികളെയെല്ലാം അവർ ഹീലാക്കുന്നു, അവരുടെ തെറ്റുകളെ അവർ ഹീലാക്കിക്കൊണ്ടിരിക്കുന്നു. പശ്ചാത്താപം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർ കടന്നു പോകുന്നു. കാരണം അവർ നല്ല രീതിയിൽ യൂണിവേഴ്സ് ഡിവൈൻ്റെ കയ്യിൽ നിന്ന് തന്നെ ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിവൈനാണ് അവർക്ക് നേരെ ജസ്റ്റിസ് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവരെ പൂർണ്ണമായും ബാഡ് കർമ്മയിൽ നിന്നും ഗുഡ് കർമ്മയിലേക്ക് മാറ്റും. അവരുടെ തെറ്റുകളെ തിരുത്തി അവരെ എന്ത് ചെയ്യും, പൂർണ്ണമായും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഡിവൈൻ്റെ ഒരു ജസ്റ്റിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് തെറ്റും ശരിയെയും വ്യക്തമായി നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് തിരിച്ചറിയാനും അല്ലെങ്കിൽ അതിനുള്ള അറിവ് കൊടുക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നു ആ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 10 ഓഫ് സോർട്സ് ആണ് വന്നത്. 10 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവസാനിക്കുകയാണ് അവരുടെ ആ ഒരു കർമ്മകൾ. അവർ ഒരുപാട് ബർഡൻ അനുഭവിച്ച വ്യക്തിയാണ് കേട്ടോ. ശരിക്കും അവർ നിങ്ങളെ വിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചതി ചെയ്തു പോയ സമയത്ത് അവർ ശരിക്കും അനുഭവങ്ങളെ നേരിട്ടതായിട്ടാണ് കാണുന്നത്. എല്ലാ സിറ്റുവേഷൻസിലും അവരെന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി നിന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ആ പേഴ്സണ് ബാഡ് കർമ്മകളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. എന്താണേലും ഇപ്പോൾ അവരൊരു മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു ഇച്ചിരി സ്ട്രെങ്തും ശക്തിയും ഒരു ലക്ഷ്യബോധമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു റിയൂണിയൻ സംഭവിക്കുമെന്നൊരു വിശ്വാസമൊക്കെ മനസ്സിൽ വരുന്നുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം അവർക്ക് ഒരു ഹീലിംഗ് എനർജി വരുന്നുണ്ട്. ഒരു സ്റ്റക്നെസ്സിലൊക്കെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തെ ചില സമയത്തൊക്കെ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്, ഇമോഷണലി ഒക്കെ ഒരു ബ്ലോക്കേജ് വരുന്നുണ്ട്. പിന്നെ ഒരു ബ്ലൈൻഡ് എനർജി വരുന്നുണ്ട്. ഒരു ശരിയും തെറ്റും എന്താണ് മുന്നോട്ടേക്കുള്ള കാഴ്ചകൾ പോലും നഷ്ടപ്പെടുന്ന ഒരു എനർജി അവരിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പെട്ടെന്ന് തന്നെ തരണം ചെയ്യാനും വീണ്ടും മുന്നോട്ടേക്കൊരു പോസിറ്റീവ് ആവാൻ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരാനും ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്.
എന്താണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുക്കുകയാണ്, വളരെ സ്ലോവിലി ആയിട്ടാണെങ്കിലും അവർ ആക്ഷൻ എടുക്കുകയാണ്. അതായത് ഒരു ബിഗ് ചേഞ്ചിങ് അവരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിച്ച രീതിയിലൊരു ബിഗ് ചേഞ്ചിങ് വേണമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിലേക്ക് വളരെ സ്ലോവിലി വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരുടെ മൈൻഡ് പറയുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നതാണ്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അവരുടെ സോളിൻ്റെ ആ ഒരു എനർജി അവർക്ക് കൊടുക്കുന്നത് അവർ ഏത് സാഹചര്യത്തിലേക്ക് തിരിഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകളും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവരിലേക്ക് കണക്റ്റഡ് ആക്കി കൊടുക്കുന്നു. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുന്നു ചില ടൈമിലെങ്കിലും അവർക്ക് പൂർണ്ണമായും ഒരു സമാധാനം കിട്ടുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി കണക്റ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർ ഒളിച്ചു വെച്ചിരുന്ന വ്യക്തിയാണ്. പൂർണ്ണമായും നിങ്ങൾക്ക് മുമ്പിൽ ഒരു മനസ്സ് തുറന്ന ഒരു ബന്ധത്തെ അല്ല കാണുന്നത്. നിങ്ങളോട് മുന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ച് അവർ നിങ്ങളുമായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. 10 ഓഫ് കപ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഹാപ്പി ഫാമിലി നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ പേഴ്സണോടൊത്ത് നിങ്ങൾക്ക് മുൻപോട്ടൊരു ജീവിതം കാണുന്നു. അതായത് നിങ്ങൾക്ക് അവരില്ലാതെയും അവർക്ക് നിങ്ങളില്ലാതെയും പറ്റില്ലാത്ത വിധം ആഴത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ ഇമോഷൻസ്, വളരെ സത്യസന്ധമായ അതുപോലെ തന്നെ റൊമാൻറ്റിക്കായ ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക. കാരണം ഒരു ബിഗ് ചേഞ്ചിങ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്ന ഒരു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങളിൽ മാത്രം അടങ്ങി നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് മാറ്റി വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ദ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് പൊയ്മുഖങ്ങളെല്ലാം പോയി ഏറ്റവും നല്ല രീതിയിൽ പോസിറ്റീവായ ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഏത് റിലേഷൻ ആയിക്കോട്ടെ ആ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും ഇനി നല്ല രീതിയിൽ തന്നെ വരും. കാരണം ഡിവൈൻ്റെ ഒരു ജസ്റ്റിസാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ജസ്റ്റിസിൻ്റെ ഫലമെന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. അതായത് തിരിച്ചറിവുണ്ടാകും ആ ഒരു വ്യക്തിക്ക് എന്നാണ് കാണുന്നത്. ലെറ്റ് ഗോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ്. അപ്പം നിങ്ങളിലുള്ള എന്തൊക്കെയാണോ ഹീലാക്കേണ്ടത് ആ സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നെഗറ്റീവായ തോട്ട്സുകളെ ലെറ്റ് ഗോ ചെയ്യുക, നെഗറ്റീവായ എനർജികളെ കളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് നെഗറ്റീവ് മാത്രം നൽകുന്ന ചില ബന്ധങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്തു കാര്യമായിക്കോട്ടെ ആ കാര്യം നിങ്ങൾക്ക് വളരെയധികം ഒരു പോസിബിൾ ആണ്, നിങ്ങളിലേക്ക് അത് വന്ന് ചേരുകയാണ്. അത് സ്റ്റക്നെസ് മാറുകയാണ്. കുറച്ച് ഹാർഡ് വർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് ഉണ്ടായാൽ തന്നെ അത് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരു അബണ്ടൻസും സമൃദ്ധിയും നൽകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിനാണോ നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാൻ യൂണിവേഴ്സ് പറഞ്ഞത് ആ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സേഫ് ആവുക എന്നാണ് യൂണിവേഴ്സിൻ്റെ എനർജി കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഈ ഒരു റീഡിങ്സ് റെസനേറ്റ് ആവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരായാലും അവർ നിങ്ങളിലേക്ക് വന്ന് ചേരട്ടെ എത്രയും പെട്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു.